ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ മോളെ ആർമി സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ആദ്യമേ പറയാം, ഞാനിത് വെർട്ടിക്കലായിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, കാരണം ഈ സ്കൂളത്തെ അവൾ ആദ്യത്തെ പ്രോഗ്രാമാണ് കേട്ടോ. ഈ കരച്ചിൽ മൊബൈലിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം മൊബൈലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ ഫോണിൽ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ എൻ്റെ ബേസ് മേക്കപ്പൊക്കെ ചെയ്യാൻ പോവുകയാണെന്നുണ്ട്. ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നതാണിത്. അവളെ ശരിക്കുള്ള മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഇങ്ങനെ വരച്ചു പോകണമായിരുന്നു കേട്ടോ. നമ്മളോട് ഇവിടുന്ന് വരച്ച് വിടാനാണ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. 2 വട്ടം ഞാൻ അയച്ച് വരച്ചതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു അവൾ ടൈമിന് സ്കൂളിൽ എത്തൂലേ എന്നുള്ളത്. ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അവിടെ നമ്മൾ എത്തിയ ടൈമിൽ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെയൊക്കെ അവർ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ടായിട്ടോ. പ്രോഗ്രാമിനുള്ള കുട്ടികളെയൊക്കെ ഒരു അരമണിക്കൂർ മുന്നെങ്കിൽ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരെ ഒന്ന് റെഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മോളെ ഹസ്ബൻഡ് നേരത്തെ തന്നെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ. ഈ സ്കൂളിൽ തന്നെ ക്യാമ്പിന് പുറത്തുള്ള ആൾക്കാരെ കുട്ടികളും ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർക്കും എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് കെട്ടിയിട്ടുണ്ട്. അവളെ ഒരുപാട് നേരം കാണാത്തതുകൊണ്ട് തന്നെ ചെറിയ മോൾ അടങ്ങിയിരിക്കുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അവൾ ഈ ഗ്രൗണ്ടിൽ കൂടെ ഓടുമായിരുന്നേ. അതുപോലെ തന്നെ അവർക്കുള്ള ചെറിയ എന്തെങ്കിലും സ്നാക്സും വെള്ളവും ഒക്കെ ഒരുപാട് കൊടുത്തു വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അതൊക്കെ കൊടുത്ത് അവരെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മോളെ ഡാൻസ്. ഇത് ട്രൈബൽ ഡാൻസ് ആണ് കേട്ടോ. ഇതിൽ നമുക്കൊരബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ അവൾ ഏത് ഭാഗത്താണ് കളിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഇരുന്ന ഭാഗത്തിൻ്റെ എതിർഭാഗത്താട്ടോ അവൾ കളിച്ചത്. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് വീഡിയോ കിട്ടുമല്ലോ, ആ ടൈമിലാണ് ഞാൻ അവളെ ശരിക്കും കാണുന്നത്. ഈ ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല ചൂടും ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അത്ര വ്യക്തതയിൽ ദൂരത്ത് നിന്ന് കാണുമ്പം മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് തന്നെ വീഡിയോ കിട്ടിയതിന് ശേഷം കേട്ടോ പറഞ്ഞിരുന്നത് ഞാനിതാ ഇവിടെയാണ് ഉണ്ടായതെന്നൊക്കെ. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ പിന്നെ കളിക്കുന്നതിൽ ഒരുപാട് തെറ്റൊക്കെ ഉണ്ടാവും. അപ്പം ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും നന്നായിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രോഗ്രാം കണ്ട ടൈമിലും ഇവർ കൊടുക്കുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരിപാടിയിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാനാണ് കേട്ടോ അവർ നോക്കിയത്. അല്ലാതെ ഫസ്റ്റോ സെക്കൻഡോ ഒരുപാട് സമ്മാനങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. മോൾക്ക് ആദ്യം നമ്മൾ നാട്ടിൽ അവളെ കുറച്ച് കാലം സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ, കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു ഭാഷ നല്ലോണം സംസാരിക്കുന്നൊരു കുട്ടിയും കൂടിയായിരുന്നു. പെട്ടെന്ന് അവൾക്കതെന്തെങ്കിലും രീതിയിൽ ബാധിക്കുമോ, അവൾ മിണ്ടാതാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാട്ടോ ഞാനിവിടെ വരുന്നത്. ഒരു 4.5-5 വയസ്സാവാനാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഹിന്ദിയൊന്നും അതിന് മുന്നേ അവൾ കേട്ടിട്ടും കൂടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊക്കെ കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോവാന്നൊക്കെ ഉള്ളത്. ഞാൻ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായ ഒരു കാര്യം കൂടിയായിരുന്നു കേട്ടോ. അവൾ പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ അവളിങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നി അവൾ അധികം പറയില്ല. എന്നാലും അവൾ പറയുന്ന കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് അവൾ കളിക്കുന്ന ടൈമിൽ അടുത്ത് പോയിരിക്കുമായിരുന്നു കേട്ടോ. ഒരു ഭാഷ പുതിയതായി പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ കുട്ടികൾ പെട്ടെന്ന് പഠിക്കുന്നതാണല്ലോ പറയാം. ഇപ്പം അവൾ ഹിന്ദി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചെറിയ കുട്ടികൾ ഹിന്ദിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഒരു രസമാണല്ലോ. അവളെ ക്ലാസ് ടീച്ചറാണെങ്കിൽ ഇപ്പോൾ പറയും കേട്ടോ അവൾ നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ട് എന്നൊക്കെ. പിന്നെ അതുപോലെ എനിക്കിവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ 2ആളെയും കൊണ്ടുപോയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടാതെ വന്നാൽ 2ആളും പറഞ്ഞൊക്കെ തരും കേട്ടോ. ഇങ്ങനെയാണ് ചോദിച്ചത്, ഇതാണ് അർത്ഥം എന്നൊക്കെ.
അങ്ങനെ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികളാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും അവർ പങ്കെടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുന്ന ടൈമിലാണെങ്കിലും നമ്മളോട് അവർ പറയുന്നത് നിർബന്ധിച്ച് പഠിപ്പിക്കാനോ എഴുതിപ്പിക്കാനോ ഒന്നിനും നിൽക്കരുത് എന്നാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിൽ പോവാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം സ്കൂളിൽ ഫസ്റ്റായിട്ട് പോകുമ്പോൾ ഒരു ദിവസം പോലും അവൾ കരഞ്ഞിട്ടുണ്ടായിട്ടില്ല. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു കേട്ടോ. സ്കൂൾ ടൈം ആണെങ്കിൽ 8 മണി മുതൽ 12 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞതാ പാരൻസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയാണ് കേട്ടോ ആൾ വരുന്നത്. പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ. കുറേ നേരം നമ്മളെ നോക്കി തന്നെ ചിരിക്കുകയൊക്കെ ചെയ്തേ. വീഡിയോയിൽ ഞാൻ ചില ഭാഗങ്ങളൊക്കെ ബ്ലറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമുക്കറിയില്ല ആർക്കൊക്കെ വീഡിയോയിൽ വരുന്നത് താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഓരോരുത്തരുടെ ഫേസ് കാണിക്കുന്ന ഭാഗമൊക്കെ ബ്ലർ ചെയ്യുന്നത്. അവിടെ നിന്ന് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റും ജ്യൂസൊക്കെ ആയിട്ട് ഒരു പാക്കറ്റിൽ കുറച്ച് ഐറ്റംസ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറേ സ്റ്റോൾ ഉണ്ടായിരുന്നു ബാക്കിൽ. ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ. അന്ന് സ്കൂളിൽ അവിടെ പ്രോഗ്രാം ആയതുകൊണ്ട് അവിടെ സ്റ്റോൾ ഇട്ടതാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ അവൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ. പിന്നെ അവർക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടെ നിന്നൊന്നും ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് എടുത്തിട്ടില്ല. അവിടെ യൂണിഫോം ഇട്ടിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് വരുന്നുണ്ടായിട്ടില്ല രണ്ടാളും. ഐഷുവിനാണെങ്കിലും, ഐഷു എന്ന് പറഞ്ഞാൽ ചെറിയ മോളാണേ, അവൾക്കാണെങ്കിലും ഇവളെ സ്കൂളിലേക്ക് വരിക, ഇവളെ ഫ്രണ്ട്സിനെയൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അവൾക്കിപ്പം തന്നെ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ കുറച്ചും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇപ്പം വിടാത്തത്. അങ്ങനെ കുറേ നേരം രണ്ടാളും ഇവിടുന്ന് കളിച്ചു കേട്ടോ. അവൾക്കായാലും ഇന്ന് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അവൾ സ്കൂളിലേക്ക് നമ്മൾ എന്തിനെങ്കിലും പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കത് ഭയങ്കര ഹാപ്പി ആവുന്നൊരു കാര്യമാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണേ.